റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള റഷ്യ ഉന്നതതല ചർച്ച വിജയമെന്ന റഷ്യ സൗദിയുടെ മധ്യസ്ഥതയിൽ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെയും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർഗൈ ലാവ്റോവിന്റെയും നേതൃത്വത്തിൽ റിയാദിലായിരുന്നു യോഗം. യുക്രൈനെയും യൂറോപ്യൻ യൂണിയനെയും ഒഴിവാക്കിയായിരുന്നു ചർച്ച. ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനായി ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനമെടുത്താണ് റിയാദിൽ നടന്ന റഷ്യ ഉന്നതതല ചർച്ച അവസാനിച്ചത്. 4.5 മണിക്കൂർ നീണ്ട ചർച്ച വിജയമായിരുന്നുവെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വിദേശ നയതന്ത്ര ഉപദേശകൻ യൂറി ഉഷക്കോവ് വ്യക്തമാക്കി. യുദ്ധം അവസാനിപ്പിക്കുന്നതിനൊപ്പം റഷ്യയുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള അമേരിക്കയുടെ ശ്രമം കൂടിയാണ് യോഗത്തിൽ ഫലം കണ്ടത്. ഇരു രാജ്യങ്ങളുടെ താൽപര്യങ്ങൾ കണക്കിലെടുക്കാനും ഉഭയകക്ഷി ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും യോഗത്തിൽ ധാരണയായി. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നയതന്ത്ര ചാനൽ സ്ഥാപിക്കാനും യുദ്ധം അവസാനിപ്പിക്കാനുമുള്ള ചർച്ചകൾക്കുമായി ഉന്നതതല സംഘത്തെ ഇരുകൂട്ടരും നിയമിക്കും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് സാഹചര്യമൊരുക്കാനും യോഗത്തിൽ ധാരണയായി. ഉന്നയിച്ച എല്ലാ വിഷയങ്ങളിലും ഗൗരവമായ ചർച്ച നടന്നതായും റഷ്യ വ്യക്തമാക്കി. റിയാദിലെ ദിരിയ കൊട്ടാരത്തിൽ സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫറാൻ അൽ സൗദിന്റെയും ദേശീയ സുരക്ഷാ ഉപദേശകൻ മുസാദ് ബിൻ മുഹമ്മദ് അലൈബാന്റെയും മധ്യസ്ഥതയിലായിരുന്നു ചർച്ച. ചർച്ചയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധിയായി സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും മധ്യേഷ്യ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൽസുമാണ് പങ്കെടുത്തത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ പ്രതിനിധികളായി വിദേശകാര്യമന്ത്രി സെർഗി ലാവ്റോവും വിദേശ നയതന്ത്ര ഉപദേശകൻ യൂറി ഉഷക്കോവും ഉന്നത ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി ബുധനാഴ്ച റിയാദിൽ എത്താനിരിക്കെയാണ് ചർച്ച നടന്നത്. യുക്രൈനെയും യൂറോപ്യൻ യൂണിയനെയും മാറ്റി നിർത്തിയുള്ള ചർച്ചയിലെടുക്കുന്ന ഒരു തീരുമാനവും അംഗീകരിക്കില്ലെന്ന് സെലൻസ്കി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ജനം, ദുബായ്.